ഹലോ, ഇന്ന് നമുക്കൊരു വെളുത്തുള്ളി അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കണ്ടാലോ? അപ്പോൾ അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഞാൻ 200 ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്, അതിനനുസരിച്ചുള്ള അളവാണ് പറയുന്നത്. അര സ്പൂൺ കടുക് ചേർത്ത് പൊട്ടുമ്പോൾ അതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അച്ചാർ ഉണ്ടാക്കാൻ നമ്മൾ പരമാവധി അലൂമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അത് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് തൊലി കളഞ്ഞ് വെച്ച വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി നല്ലോണം പോകുമൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ ഒന്ന് ജസ്റ്റ് ഇളക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2-2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും അര ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതെല്ലാം ചേർക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് പറഞ്ഞിട്ടില്ല, ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ കുറച്ച് മുന്നിൽ നിൽക്കുന്ന വിധത്തിൽ ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളിക്കെല്ലാം ഉപ്പ് പിടിക്കാനുണ്ട് അത്ര. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗിരിയാണ്. ഒരു 1/4 കപ്പ് വിനാഗിരിയും കൂടെ ചേർക്കണം. വിനാഗിരി ചേർത്ത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ പിന്നെ ഒരു അര സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയോ ശർക്കരയോ ബ്രൗൺ ഷുഗറോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ശർക്കരയും ബ്രൗൺ ഷുഗറും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് 2-3 ദിവസം ഒന്ന് സെറ്റാവാൻ വെക്കണം. 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് വെളുത്തുള്ളീൻ്റെ ഉള്ളിലേക്ക് നല്ല പുളിയും ഉപ്പെല്ലാം പിടിച്ച് നല്ല പാകത്തിനൊന്ന് അച്ചാറിൻ്റെ ആ ഒരു പരുവത്തിൽ ആ ഒരു ടേസ്റ്റിൽ വരുന്നത്. അങ്ങനെ നമ്മൾ അച്ചാർ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അച്ചാർ നല്ലോണം തണിഞ്ഞ ശേഷം മാത്രം കുപ്പിയിലേക്ക് മാറ്റുക. കുപ്പി നല്ല ഉണങ്ങിയ കുപ്പിയായിരിക്കണം. വെള്ളം നനവ് ഒട്ടും ഉണ്ടാവാൻ പാടില്ല. വെള്ളം നനവ് ഉണ്ടാകുമ്പോൾ വേഗം പൂപ്പൽ പിടിക്കും. അതുപോലെ എടുക്കുമ്പോൾ നനഞ്ഞ സ്പൂണിനെ കൊണ്ട് ഒരിക്കലും എടുക്കരുത്, അന്നേരവും വേഗം പൂപ്പൽ വരും. അപ്പോൾ ഓക്കെ, ബായ്.